ഹലോ, ഗുഡ് ഈവനിങ് എവരി വൺ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ റഹ്മത്ത്, വിൻബിൾ അക്കാദമി കൗൺസിലറാണ്. വിൻബിൾ അക്കാദമിയുടെ കീഴിൽ സംഘടിപ്പിക്കുന്ന ഫ്രീ വെബിനാറിന്റെ മറ്റൊരു ചാപ്റ്ററിലോട്ട് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ദിനേന എന്നോണം നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്ത് നമ്മുടെ ഈ ഒരു ജേണി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിൻബിളിലൂടെ തന്നെ ഓൺലൈനായും ഓഫ്ലൈനായും വർക്ക്ഷോപ്പുകളായും വെബിനാറുകളായും ഒത്തിരി അറിവുകളാണ് നമ്മളിലേക്ക് എത്തുന്നത്. ഇത്തരത്തിൽ ലഭിക്കുന്ന ഓരോ അറിവുകളും നമ്മുടെ ലൈഫിലും അതുപോലെ നമ്മുടെ കരിയറിലും ഒരുപാട് അപ്ഡേറ്റഡ് ആവാനും നമ്മുടെ ഒന്നും കൂടി സ്കിൽഡ് ആവാനും നമ്മുടെ നോളജ് ഇൻക്രീസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ലൈഫും അതുപോലെ നമ്മുടെ ചുറ്റുമുള്ളവരിലേക്കും നമ്മുടെ നോളജ് സ്പ്രെഡ് ചെയ്തുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. സോ അത്തരത്തിൽ നമ്മൾ ഇന്നും വളരെ മനോഹരമായിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. കോൺവെർസേഷൻ കില്ലേഴ്സ് എന്നുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഡെയിലി ലൈഫിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമായി മാറിയിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് പല പ്രോബ്ലംസും ഉണ്ടാവുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ ബെറ്റർ ആക്കാം, അതിലുള്ള നമ്മുടെ ബാഡ് ഹാബിറ്റ്സ് എന്തൊക്കെയാണ്, അതെങ്ങനെ മനസ്സിലാക്കി നല്ല ഹെൽത്തി കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മാം ഇന്നത്തെ ഒരു സെഷനിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ മാം അത് വളരെ നല്ല രീതിയിൽ തന്നെ ഡീൽ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഇന്നത്തെ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നത് തന്നെ ഷാഹിന റഷീദ് മാം ആണ്. മാം ഒരു സൈക്കോളജിസ്റ്റ് ആണ്, റിലേഷൻഷിപ്പ് കൗൺസിലർ ആണ്, അതോടൊപ്പം നല്ലൊരു ട്രെയിനറും കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സെഷൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മാം ലീഡ് ചെയ്യും. സോ ഒരിക്കൽ കൂടി ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങളുടെ ഒക്കെ വിലപ്പെട്ട സമയം മാറ്റിവെച്ച് നമ്മുടെ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും നമ്മുടെ ഒരു വെബിനാറിലോട്ട് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ ഈ ഒരു സെഷൻ മനോഹരമായി ലീഡ് ചെയ്യുന്നതിന് വേണ്ടി ഏറെ സന്തോഷത്തോടു കൂടി ഷൈന മാമിനെ വെൽക്കം ചെയ്യുന്നു. മാം, പ്ലീസ് വെൽക്കം. താങ്ക് യു സോ മച്ച്. Thank you, Rahmat. Thank you. Thank you, Impel team, for giving me such an opportunity to be here. Thanks a lot. Okay. Thank you. Am I audible? Yes, ma'am, audible. Thank you. നമ്മളുടെ ഇന്നത്തെ സബ്ജക്റ്റ് കോൺവെർസേഷൻ കില്ലേഴ്സ്. ആ ഒരു ഹെഡിങ് കണ്ടപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്, എന്തിനെ കുറിച്ചാണത് എന്നൊരു ഐഡിയ കിട്ടിയോ? എന്തായിരിക്കാം അത്? നിങ്ങളുടെ മനസ്സിൽ വന്ന ഒരു ആശയം എന്താണ്? അതിനെപ്പറ്റി ആ ഒരു ഹെഡിങ് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ഒന്ന് ഷെയർ ചെയ്യാമോ? സംസാരിച്ചു കൊല്ലുന്ന ആൾക്കാർ. ഓക്കെ, നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ പാറ്റേൺസ്. ലെറ്റ് മീ ഷെയർ മൈ പിപിടി. വേറെ ആർക്കെങ്കിലും ഒന്ന് ഷെയർ? നമ്മുടെ കമ്മ്യൂണിക്കേഷൻസിനെ കട്ടാക്കുന്ന വിഷയങ്ങൾ, ഇല്ലാതാക്കുന്ന വിഷയങ്ങൾ. യെസ്, നമ്മളുടെ കമ്മ്യൂണിക്കേഷനിലൂടെ നമ്മളുടെ ബന്ധങ്ങള് തകരാറിലാകും. ഒരു ഡിസ്ട്രക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ പാറ്റേൺസ് ആണത്. ആ ഒരു കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ നമ്മൾ അറിഞ്ഞാല് നമ്മളുടെ റിലേഷൻഷിപ്പ് ഒക്കെ നമ്മൾക്ക് നന്നായിട്ട് മെച്ചപ്പെടുത്താൻ പറ്റും. അത് ഏതൊരു റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, നമ്മളുടെ ദാമ്പത്യ ബന്ധത്തിലുള്ളത്, അല്ലെങ്കിൽ നമ്മളുടെ കൊളീഗ്സ്, വർക്ക് ലൈഫിലുള്ളത്, നമ്മളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, ആ എല്ലാ ബന്ധങ്ങളിലും ഈ ഒരു കമ്മ്യൂണിക്കേഷൻ പാറ്റേൺസ് വളരെ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. ഈ ഒരു ഡിസ്ട്രക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ പാറ്റേൺസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾക്ക് കോൺഫ്ലിക്ട്സ് ഉണ്ടാകുന്നത് ജീവിതത്തിൽ. അപ്പോൾ നമുക്കറിയാം, കോൺഫ്ലിക്റ്റ് ഇല്ലാത്ത ഒരു റിലേഷൻഷിപ്പും ഇല്ല. ഏതൊരു ബന്ധങ്ങളിലും കോൺഫ്ലിക്റ്റ് ഉണ്ടായിരിക്കും. അത് പെർപെച്വൽ ആയിരിക്കും, അത് സ്വാഭാവികമായിട്ടുണ്ടാകും, അത് സ്ഥിരമായിട്ടുണ്ടാകും. ഏതെങ്കിലും റിലേഷൻഷിപ്പിൽ കോൺഫ്ലിക്റ്റ് ഇല്ലാത്തൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളുടെ ഇപ്പോ നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പ്, ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ്, 100% കോൺഫ്ലിക്റ്റ് ഇല്ലാത്ത ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒന്ന് ഷെയർ ചെയ്യൂ. അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, നിങ്ങളുടെ ബന്ധുക്കളിൽ നിന്നോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും സൊസൈറ്റിയിലെ അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കോൺഫ്ലിക്റ്റ് ഒന്നും ഇല്ലാത്ത ഒരു റിലേഷൻഷിപ്പ് ഒന്ന് ഷെയർ ചെയ്യൂ.
അങ്ങനെയുണ്ടോ? കോൺഫ്ലിക്റ്റ് ഒന്നും, ഒരു തർക്കങ്ങളും ഇല്ല, ഒരു ആർഗ്യുമെന്റ്സും ഇല്ല, ഒന്നുമില്ലാത്ത റിലേഷൻഷിപ്സ്? നിങ്ങളുടെ അയൽവക്കക്കാരായിക്കോട്ടെ, നിങ്ങളുടെ കൊളീഗ്സ് ആയിക്കോട്ടെ, അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒന്ന് ഷെയർ ചെയ്യൂ. കണ്ടിട്ടുണ്ടോ അത്? നോ മാം. യെസ്, നമുക്കറിയാം ഏത് റിലേഷൻഷിപ്പിലും എന്തെങ്കിലും തരത്തിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകും അല്ലേ? അത് ആ പ്രോബ്ലംസ് നമ്മൾക്ക് ചിലപ്പോൾ ആർഗ്യുമെന്റ്സിലായിരിക്കാം, ചിലപ്പോ എന്താണ് അവരെ പേഴ്സണാലിറ്റി ഡിഫറൻസസ് ഉള്ളത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ കൾച്ചർ ബേസ് ആയിരിക്കാം, റിലീജിയസ് ബേസ് ആയിരിക്കാം, അവരെ ആചാരങ്ങളിലുള്ള വ്യത്യാസങ്ങളിലായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റി പാറ്റേൺസ്, പേഴ്സണാലിറ്റി എല്ലാം അതുമായിട്ട് ബന്ധമുണ്ട്. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഈ ഒരു കോൺഫ്ലിക്റ്റ് എപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോണ വിഷയം ഒരു ജോൺ ഗോട്ട്മാൻ എന്ന് പറഞ്ഞിട്ട് ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ട്, ഡോക്ടർ ജോൺ ഗോട്ട്മാൻ. അദ്ദേഹത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ജോൺ ഗോട്ട്മാൻ ആളൊരു ഫാമിലി തെറാപ്പിസ്റ്റ് ആണ്, കപ്പിൾ തെറാപ്പിസ്റ്റ് ആണ്. ആള് ലവ് മാപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു കൺസെപ്റ്റ് ഈ കപ്പിൾ തെറാപ്പിക്ക് വേണ്ടിയിട്ട് തന്നെ റിസർച്ച് കുറെ കാലങ്ങളോളം റിസർച്ച് ചെയ്ത് ഒബ്സർവ് ചെയ്ത് ആള് എടുത്ത ഒരു കോൺസെപ്റ്റ്. അതാണ് നമ്മളിപ്പോ കപ്പിൾ തെറാപ്പിയിലും റിലേഷൻ തെറാപ്പിയിലൊക്കെ യൂസ് ചെയ്യണത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു ഒബ്സർവേഷനിൽ, റിസർച്ച് സ്റ്റഡീസിൽ കണ്ടെത്തിയിട്ടുള്ള ഒരു പാറ്റേൺ, ഒരു കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ, അത് ഡിസ്ട്രക്റ്റീവ് ആണ്. ആ ഡിസ്ട്രക്റ്റീവ് പാറ്റേൺ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം എന്നുള്ളതാണ്. ആ ഒരു നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഈ ഗോട്ട്മാന്റെ ആ കോൺസെപ്റ്റിൽ 4 ഹോഴ്സ്മാൻ ഓഫ് ദ അപ്പോക്കാലിപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തിയറി. ആ ഒരു 4 ഹോഴ്സ്മാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ പാറ്റേൺസ് ആണ്, 4 പാറ്റേൺസ്. ആ പാറ്റേൺസ് നമ്മൾക്ക് ഉണ്ടെങ്കിൽ നമ്മളുടെ റിലേഷൻഷിപ്പ് ഉറപ്പായിട്ടും എന്താകും, എന്തെങ്കിലും ഒരു ഡിസ്ട്രക്റ്റീവ് രീതിയിൽ പോകും. ആ റിലേഷൻഷിപ്പ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റൂല, അത് ഡിവോഴ്സിലൊക്കെ പോകും, അത് ഡിസ്കണക്ഷനിൽ പോകും. അപ്പോ ഈ ജോൺ ഗോട്ട്മാൻ ഒരു ഫേമസ് സൈക്കോളജിസ്റ്റ് ആണ്. ആള് വളരെ എക്സ്പേർട്ട് ആണ് ലവ് ആൻഡ് മാരേജ് റിലേഷൻഷിപ്പ് തെറാപ്പിയിൽ. പിന്നെ ആളാണ് ഈ ലവ് ലാബ് എന്നുള്ള ഒരു ഒബ്സർവേഷണൽ സ്റ്റഡീസിലൂടെ ഒരു ലവ് ലാബ് ക്രിയേറ്റ് ചെയ്തത്. അത് കുറെ കൊല്ലങ്ങളോളം എടുത്തുള്ള സ്റ്റഡീസ്, കപ്പിൾസിന്റെ ഇന്ററാക്ഷൻസ് ഒക്കെ നോട്ട് ചെയ്ത് അങ്ങനെ ഒരു സ്റ്റഡീസ് കൊണ്ടുവന്നു. അതിലൂടെ ഒരു കോൺസെപ്റ്റ് ലവ് ലാബ് എന്നുള്ള ഒരു ഇത് ആള് ക്രിയേറ്റ് ചെയ്തു. അതിൽ ആ ഒരു ഒബ്സർവേഷൻ തിയറീസിൽ ആൾക്ക് കണ്ടെത്തിയത് ഒരു 90% ഓഫ് ദ നമ്മളുടെ റിലേഷൻഷിപ്പിൽ ഒരു 90% ഡിവോഴ്സ് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു 4 ഹോഴ്സ്മാൻ നമ്മളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ. ആ ഒരു കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ ഒരു 90%, അതായത് ആ ബന്ധത്തിൽ ഒരു 90% ഡിവോഴ്സിലേക്ക് പോകുന്നു പ്രിഡിക്റ്റ് ചെയ്തു. ഈ ഒരു സ്റ്റഡീസിലൂടെ അദ്ദേഹം ഐഡന്റിഫൈ ചെയ്തു. പിന്നെ ഡോക്ടർ ജൂലി ഗോട്ട്മാനൊപ്പം അദ്ദേഹം കപ്പിൾ തെറാപ്പി ചെയ്തു. ഒരു മെത്തേഡ് തന്നെ കപ്പിൾ തെറാപ്പിയിൽ കൊണ്ടുവന്നു. അപ്പോ ആളുടെ ഇത് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്, ആ ഒരു തെറാപ്പി ഫോക്കസ് ചെയ്യുന്നത് ട്രസ്റ്റ്, വിശ്വാസവും പിന്നെ കമ്മിറ്റ്മെന്റും പിന്നെ ഇമോഷണൽ കണക്ഷൻസ് ഒക്കെയാണ്. അപ്പോൾ ഇതിലൂടെയാണ് നമ്മൾക്ക് ഒരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നത്. കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ട്രസ്റ്റ്, ഒരു വിശ്വാസം ഉണ്ടാവണം, ഒരു കമ്മിറ്റ്മെന്റ്, പിന്നെ ഒരു ഇമോഷണൽ കണക്ഷൻ ആണ് അദ്ദേഹം ഫോക്കസ് ചെയ്തത്. ഇനി നമുക്കറിയാം ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാല് ട്രസ്റ്റ് ഉണ്ടാകണം, റെസ്പെക്ട് ഉണ്ടാകണം, ഇമോഷണൽ കണക്ഷൻ ഉണ്ടാകണം, ഒരു നല്ലൊരു വിശ്വാസം, എൻ്റെ പങ്കാളി എന്നെ വിട്ടു പോകൂല എന്തൊക്കെ വന്നാലും, പിന്നെ ഒരു റെസ്പെക്ട്, ഒരു ബഹുമാനത്തോടുകൂടിയുള്ള ഒരു സമീപനം, പിന്നെ വൈകാരികമായിട്ടുള്ള ഒരു കണക്ഷൻ അവർ തമ്മിൽ, അങ്ങനെയുള്ള ഒരു ബന്ധം ആണ് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ്. അപ്പോൾ നമ്മള് ഗോട്ട്മാൻ പറയണത് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാല് അതൊരു കോൺഫ്ലിക്റ്റ് ഇല്ലാത്ത, ഒരു ആബ്സെൻസ് ഓഫ് കോൺഫ്ലിക്റ്റ് അല്ല. അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ കോൺഫ്ലിക്റ്റ് ഉണ്ട്, അത് പെർപച്വൽ ആണ്, അത് സ്ഥിരമാണ്. ഏത് റിലേഷൻഷിപ്പിലും ആർഗ്യുമെന്റ്സും കോൺഫ്ലിക്ട്സും ഉണ്ടാകും. പക്ഷെ അത് അങ്ങനെയുള്ള ആ ഒരു കോൺഫ്ലിക്ട്സിൽ ഉള്ള ആ ഒരു ബന്ധങ്ങളിൽ അവരുടെ ആ പങ്കാളികള് അവരുടെ
ആ ഒരു കോൺഫ്ലിക്ട്സ് ഒക്കെ റിപ്പയർ ചെയ്യാനും അതിനെ മാനേജ് ചെയ്യാനും ഒക്കെ പഠിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് അറിയണമെങ്കിൽ, മാനേജ് ചെയ്യാനുള്ള ഒരു കഴിവ് അവർക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് ഒരു നല്ല ഹെൽത്തി റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഗോട്ട്മാൻ പറയണത് എല്ലാ റിലേഷൻഷിപ്പിലും കോൺഫ്ലിക്ട്സ് ഉണ്ട്. പക്ഷെ ആ കോൺഫ്ലിക്ട്സ് നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യാം, എങ്ങനെ ആ ഒരു കഴിവുണ്ടെങ്കിൽ നമ്മൾക്ക് ഏതൊരു റിലേഷൻഷിപ്പിനെയും ഹെൽത്തി വേയിൽ കൊണ്ടുപോകാൻ പറ്റുന്നതാണ് ജോൺ ഗോട്ട്മാൻ പറയണത്. അപ്പോൾ ഒരു റിപ്പയർ അത് ആവശ്യമാണ്, ഒരു മാനേജ്മെന്റ് ആവശ്യമാണ് ഏതൊരു കോൺഫ്ലിക്റ്റിലും. അപ്പോൾ ആ റിലേഷൻഷിപ്പ് നമുക്ക് നിലനിർത്താൻ സാധിക്കും. അപ്പോ ഈ കോൺഫ്ലിക്റ്റ് ഒരു 69% നമ്മുടെ ലൈഫിൽ അത് സ്ഥിരമായിട്ടുണ്ടാവും, അത് പെർപെച്വൽ ആണ്, അത് സ്വാഭാവികമായിട്ടുണ്ടാകും. അപ്പോൾ അത് പെട്ടെന്ന് പോകുകയില്ല. ആ റിലേഷൻഷിപ്പ് പെട്ടെന്നൊന്നും പോകുന്നില്ല, അത് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒന്നില്ലെങ്കിൽ നമ്മളുടെ പേഴ്സണാലിറ്റി ഡിഫറൻസ് ഉണ്ടായിരിക്കാം. ചിലവർക്ക് എക്സ്ട്രോവേർട്ട്, ചിലവർ ഇൻട്രോവേർട്ട്, അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ, എക്സ്ട്രോവേർട്ടിന് പുറത്തു പോകണം, ഇൻട്രോവേർട്ടിന് അകത്തിരിക്കണം. അപ്പൊ അവർ തമ്മിലുള്ള ഓപ്പോസിറ്റ് റിയാക്ഷൻസ് അവരുടെ ആ റിലേഷൻഷിപ്പിൽ അതുമൂലം അവർക്ക് ചില പ്രശ്നങ്ങൾ. പിന്നെ അതേപോലെ ലൈഫ് സ്റ്റൈൽ ഡിഫറൻസസ്, ചിലവര് സിറ്റിയിലായിരിക്കാം ജീവിച്ചത്, ചിലവര് ഗ്രാമങ്ങളിലായിരിക്കാം. അപ്പൊ അവിടുത്തെ ആ കൾച്ചറൽ ആൻഡ് അവിടുത്തെ ആചാരങ്ങൾ, റിച്വൽസ് ഒക്കെ ഡിഫറൻസ് ആയിരിക്കാം. അങ്ങനെയൊക്കെ വരുമ്പോഴൊക്കെ ഏതൊരു റിലേഷൻഷിപ്പിലും, ദാമ്പത്യത്തെ മാത്രമല്ല ഏതൊരു റിലേഷൻഷിപ്പിലും നമുക്ക് ആ ഒരു ഡിഫറൻസ് കാണാൻ പറ്റും. അതേപോലെ തന്നെ അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടായിരിക്കും. അപ്പോ അതിന് നമ്മൾ ആ ഒരു കോൺഫ്ലിക്ട്സിനെ നമ്മൾ മാനേജ് ചെയ്യാൻ പഠിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ പറഞ്ഞ് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് രണ്ടുപേരെ എന്താണ് കുറവുകളുള്ളത്, ആ വൾനറബിലിറ്റീസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷനിലൂടെ അത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മുടെ ഗോട്ട്മാൻ പറയുന്നത് നമ്മളുടെ ഒരു നെഗറ്റീവ് പാറ്റേൺ ഓഫ് കമ്മ്യൂണിക്കേഷൻ പാറ്റേൺസ് നമ്മളുടെ റിലേഷൻഷിപ്പ്, ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് നമുക്കറിയാൻ പറ്റും, അവരെ ബ്രേക്ക് ഡൗൺ വന്നു, അവർക്ക് തുടരാൻ പറ്റണില്ല, കോൺഫ്ലിക്ട്സേ ഉള്ളൂ എപ്പോഴും. അവിടെ നമുക്ക് തീരുമാനിക്കാം അവർക്ക് ഒരു നെഗറ്റീവ് കമ്മ്യൂണിക്കേഷൻ പാറ്റേൺസ് ആണ് ഉള്ളത്. അപ്പൊ അത് നമ്മൾക്ക് മനസ്സിലാക്കണം, ഏത് കമ്മ്യൂണിക്കേഷൻ പാറ്റേണിലൂടെയാണ് അവർ പോണത്. ആ ഒരു ഡിഫറൻസ് ഉള്ളത് കൊണ്ടാണ് അവരുടെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ഡൗൺ ആകുന്നതും. അപ്പോൾ ഏതൊക്കെ 4 ഹോഴ്സ്മാൻ ആ നെഗറ്റീവ് പാറ്റേൺ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഏതാണെന്ന് നോക്കാം. ഒന്നാമത്തത് ക്രിറ്റിസിസം ആണ്. ക്രിറ്റിസിസം. രണ്ടാമത്തത് ഇങ്ങനെ ബ്ലെയിം ചെയ്യുക, എപ്പോഴും വിമർശിച്ചുകൊണ്ടേയിരിക്കുക പങ്കാളികളെ. ഫ്രണ്ട്സ് ആയിക്കോട്ടെ, വേറെ ഏത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ആ ഒരു റിലേഷൻഷിപ്പ് നന്നായിട്ട് നീങ്ങണില്ല. കാരണം എന്താ, അവരെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടിരിക്കും, വിമർശിക്കും, ബ്ലെയിമിങ്. രണ്ടാമത്തത് കണ്ടംപ്റ്റ്, ഒരു ഭയങ്കരമായിട്ട് പുച്ഛത്തോടുകൂടി സംസാരിക്കുള്ളൂ പങ്കാളികളുടെ അടുത്ത്, അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ അടുത്ത്, അല്ലെങ്കിൽ ആ ഒരു ഏതൊരു റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അവരുടെ സംസാരം ഒരു പുച്ഛഭാവത്തിലാണ്, ഒരു പുച്ഛത്തിലേ സംസാരിക്കുള്ളൂ, ഒരു വെറുപ്പോട് കൂടി. പിന്നെ മൂന്നാമത്തെ ഒരു ഹോഴ്സ്മാൻ ആണ് ഡിഫെൻസീവ്നെസ്. ഡിഫെൻസീവ്നെസ് അത് ഒരു ന്യായീകരിക്കല്, ഒരു പ്രതിരോധിക്കല്. ഞാനാണ് എന്ത് തെറ്റ് ചെയ്താലും പക്ഷെ ഞാൻ അത് അംഗീകരിക്കൂല, പങ്കാളിനെ കുറ്റപ്പെടുത്തും, നീ ചെയ്തത് നീ കാരണമല്ലേ. പിന്നെ സ്റ്റോൺ വാളിങ്. നാലാമത്തെ ഹോഴ്സ്മാൻ സ്റ്റോൺ വാളിങ് എന്ന് വെച്ചാൽ, സ്റ്റോൺ വാളിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഷട്ട് ഡൗൺ ചെയ്യും, മിണ്ടാതിരിക്കും. ഒരു കോൺഫ്ലിക്റ്റ് വന്നു, അത് എങ്ങനെ മാനേജ് ചെയ്ത് അത് എങ്ങനെ സോൾവ് ചെയ്യണതിന് പകരം അതിനെപ്പറ്റി ഏതേലും വറി ചെയ്യണത് മറ്റു പങ്കാളി. പക്ഷെ ആ പങ്കാളിക്ക് വേണം അതൊന്ന് മാനേജ് ചെയ്യാൻ, അതൊന്ന് ഇല്ലാതാക്കാൻ ആ കോൺഫ്ലിക്റ്റ്. പക്ഷെ സ്റ്റോൺ വാളിങ് ഉള്ള കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ ഉള്ള പങ്കാളി അവരെന്ത് ചെയ്യും, അവര് അവോയ്ഡ് ചെയ്യും, അത് മിണ്ടാതിരിക്കും, ഒന്നില്ലെങ്കിലും മിണ്ടാതെ പോകും. പിന്നെ ആ ഒരു കാരണം പറഞ്ഞ് കുറെ കാലത്തേക്ക് മിണ്ടൂല. അപ്പൊ ഈ 4 കമ്മ്യൂണിക്കേഷൻ പാറ്റേൺസ് ആണ് നമ്മളുടെ ഈ റിലേഷൻഷിപ്പ് ബ്രേക്ക് ഡൗൺ ഒരു 90% വരെ പ്രിഡിക്റ്റ് ചെയ്യണത്. അപ്പോ ഫസ്റ്റ് ഒന്നാമത്തെ നമുക്ക് എന്താണെന്ന് നോക്കാം, അത് ക്രിറ്റിസിസം. നമുക്കറിയാം, ആരെങ്കിലും നമ്മളെ വിമർശിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമ്മളുടെ ലൈഫിൽ, നമ്മളുടെ കൊളീഗ് ആയിക്കോട്ടെ, നമ്മളുടെ ആരായിക്കോട്ടെ, വീട്ടുകാരായിക്കോട്ടെ, അച്ഛനമ്മമാരായിക്കോട്ടെ, സിബ്ലിങ്സ് ആയിക്കോട്ടെ, ദമ്പതികളാണെങ്കിൽ പാർട്ട്നേഴ്സ്, അവർ തമ്മിൽ ക്രിറ്റിസൈസ് ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുമോ?
ആരെങ്കിലും നിങ്ങളെ എപ്പോഴും ബ്ലെയിം ചെയ്തിട്ട് നീ അങ്ങനെ ചെയ്യുള്ളൂ, നിനക്ക് അതേ അറിയുള്ളൂ, നീ അങ്ങനെയുള്ളവളാണ്, നീ അങ്ങനത്തേതാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു റിലേഷൻഷിപ്പ് നമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? ക്രിട്ടിസൈസ് ചെയ്യണത് നമ്മൾക്ക് ഇഷ്ടപ്പെടുമോ? ഒന്നാമത്തെ കാര്യം. Nobody like that. വെരി ഗുഡ്. ആരും ഇഷ്ടപ്പെടൂല നമ്മൾ ഒരു കാര്യം ചെയ്യാതെ. ഇപ്പൊ നമ്മൾ എന്ത് തെറ്റ് ചെയ്താൽ പോലും ഒരാൾ നമ്മളെപ്പോഴും അതുപോലും നമ്മൾക്ക് ഇഷ്ടപ്പെടൂല. പക്ഷെ കുറ്റം ഒന്നും ചെയ്തില്ലെങ്കിലും ഏത് നേരവും ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു പങ്കാളിയാണ് നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾക്ക് അത് ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാകൂല. അവര് എങ്ങനെ എന്ത് ഇതിലാണ് ക്രിട്ടിസൈസ് ചെയ്യണത്? അവരെപ്പോഴും ഒരു ചെറിയ കാര്യം, ചിലപ്പോ കുറെ കാര്യങ്ങൾ ചെയ്യണ്ട്, അതിൽ ഒരെണ്ണം ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നു, പക്ഷെ ആ ഒരു ബിഹേവിയറിന് ക്രിട്ടിസൈസ് ചെയ്യുന്നതിന് പകരം ആ ഫുൾ ആ ക്യാരക്ടറിനെ തന്നെ അറ്റാക്ക് ചെയ്യും. ഇപ്പൊ തന്നെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നീ എപ്പോഴും അങ്ങനെ തന്നെ ചെയ്യുള്ളൂ, എനിക്കറിയാം നീ വൈകി വരുള്ളൂ, അല്ലെങ്കിൽ എനിക്കറിയാം നീ അത് വാങ്ങിക്കൂല, അല്ലെങ്കിൽ നീ അങ്ങനെ ചെയ്യുള്ളൂ. പക്ഷെ അതൊരു ബിഹേവിയറിനെയാണ് ഇത് ചെയ്യണത്. ആ ബിഹേവിയറിന് ഇത് ബിഹേവിയറിനെയാണ് ആ ക്രിട്ടിസൈസ് ചെയ്തത്. അതിന് ചെയ്യേണ്ടതിന് പകരം എന്താണ്, ഒരു ക്യാരക്ടറിനെ, അതായത് അവർ ഫുൾ ആ സ്വഭാവക്കാരനാണ്, നീ ലേസിയാണ്, ഒരു ചെറിയ കാര്യം ചെയ്തില്ലെങ്കിൽ ആ ഫുൾ ക്യാരക്ടറിനെ ഇത് ചെയ്യും. നീ ലേസിയാണ്, നീ മണ്ടനാണ്, അങ്ങനെ, അല്ലെങ്കിൽ നീ ഒന്നും ചെയ്യൂല എന്നുള്ള ആ ഒരു ക്രിട്ടിസൈസ്, ഒരു മണ്ടിയാണ് നീ, നിനക്കൊന്നും അറിയില്ല. അപ്പൊ കുറെ കാര്യങ്ങൾ വീട്ടിൽ ചെയ്യണ്ട്, പക്ഷെ ഒരു ചെറിയ കാര്യം, അതെന്തെങ്കിലും മനുഷ്യനാണ്, മനുഷ്യ സഹജമാണ്, അവിടെ എറേഴ്സ് എപ്പോഴും ഉണ്ടാവും, നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്തെങ്കിലും കാരണത്തിൽ. പക്ഷെ ആ ഒരു ഇത് പറഞ്ഞിട്ട് ആ ഒരു ബിഹേവിയറിനെ ഇത് ചെയ്യാതെ നമ്മളുടെ ഫുൾ ക്യാരക്ടറിനെ തന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരവസ്ഥ, അതാണ് ഫസ്റ്റ് ഹോഴ്സ്മാൻ ക്രിറ്റിസിസം. അപ്പൊ അങ്ങനെ യൂസ് ചെയ്യുന്ന ആളുകൾ എപ്പോഴും യു ഓൾവേസ് ഡു ദാറ്റ്, യു നെവർ ഡു ദിസ്, അങ്ങനെയുള്ള അത് അങ്ങനെ തന്നെ നീ എപ്പോഴും ചെയ്യുള്ളൂ. ആ ഒരു ഇത് എപ്പോഴും എന്തെങ്കിലും ഒരു റോങ് ഉണ്ട് ആ പാർട്ട്ണർക്ക് ഉണ്ട് എന്നുള്ള രീതിയിൽ അവരാ ഒരു ക്യാരക്ടറിനെ തന്നെ ഇത് ചെയ്ത് സംസാരിക്കുന്നത്. പിന്നെയുള്ളതാണ് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോ നീ ഒരിക്കലും നീ എനിക്ക് എൻ്റെ വീട്ടിലൊന്ന് ഹെൽപ്പ് ചെയ്യുക ഒന്നും ചെയ്യൂല, എപ്പോഴും നീ സെൽഫിഷാണ്, ഭയങ്കര സ്വാർത്ഥമതിയാണ്, അല്ലെങ്കിൽ ഭയങ്കര ലേസിയാണ്. ഇപ്പൊ പാർട്ട്ണറുടെ അടുത്ത് നമ്മൾ പറയുന്നു ഒരു ചെറിയ കാര്യം നമുക്ക് ചെയ്തു തന്നില്ല, പക്ഷെ വേറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മളുടെ ആ ടോട്ടൽ ക്യാരക്ടറിനെ തന്നെ ഇല്ലാതാക്കും. ഞാൻ ലേസിയാണ്, നീ ലേസിയാണ്, നീ സെൽഫിഷ് ആണെന്നുള്ള രീതിയിൽ മുദ്രകുത്തും ആ ഒരു ക്രിറ്റിസിസം. അപ്പൊ ഇതെന്താണ് നമ്മൾക്ക് ദോഷമായിട്ട് ഭവിക്കുന്നത്? ഇത് നമ്മളുടെ ഇമോഷണൽ സേഫ്റ്റി, നമ്മൾക്ക് ഇദ്ദേഹം എന്താ ഒരു ചെറിയ കാര്യത്തിന് പോലും എന്നെ ഇത് ചെയ്യുന്നു, എന്നെ ക്രിറ്റിസൈസ് ചെയ്യുന്നു, അപ്പൊ നമുക്കൊരു ഇമോഷണൽ സേഫ്റ്റി ഉണ്ടാവൂല. ഈ ഒരു ബന്ധം ഇത് നല്ലതാണോ? എന്നോടൊരു സ്നേഹമില്ലാത്തൊരു പാർട്ട്ണർ. ഓക്കെ. പിന്നെ അതേപോലെ ഡിഫെൻസീവ്നെസ്, എപ്പോഴും നമ്മൾ ന്യായീകരിക്കുകയും ഇത് എപ്പോഴും ഇങ്ങനെ പ്രതിരോധിച്ചുകൊണ്ടേയിരിക്കും. അതൊരു വേദനയാണ്, ഉള്ളിലൊരു വേദനയാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾ നമ്മളെ ഏതൊരു ഇങ്ങനെ ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ അതൊരു ഡിസ്കണക്ഷൻ ആയിട്ട് മാറുകയും ചെയ്യും. അപ്പോ ഇത് നമ്മളെ വളരെ ദോഷമായിട്ട് ബാധിക്കുകയും ചെയ്യും നമ്മളുടെ റിലേഷൻഷിപ്പിൽ. ഇപ്പോ ഒരു പാർട്ട്ണർ ഇപ്പൊ ഫുൾ ടൈം ജോലിയാണ്, നന്നായിട്ട് കുക്ക് ചെയ്യും, പക്ഷെ ഒരു ദിവസമെങ്കിലും ഒരു ചെറിയൊരു ഉപ്പില്ല, ഒരു പഞ്ചസാര കുറഞ്ഞു, അല്ലെങ്കിൽ കുറച്ച് എരിവില്ല, അത് പറഞ്ഞിട്ട് ആ ടോട്ടൽ ആ ക്യാരക്ടറിനെ തന്നെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ട് നീ ചെയ്യുന്നതൊക്കെ ഇങ്ങനെയാണ്, നിന്റെ കുക്കിംഗ് ഒക്കെ ഇങ്ങനെയാണ്, ആ ഒരു പങ്കാളിയുടെ കൂടെ ആ ഒരു പാർട്ട്ണർക്ക് ജീവിക്കാൻ പറ്റുമോ? തോന്നുമോ? ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാകുമോ? ഒന്ന് ചിന്തിക്കൂ. അപ്പോ അതിനു വേണ്ടിയിട്ട് എന്താ പ്രതിവിധി ഉള്ളത് നമുക്ക്? ആ ഒരു ക്രിറ്റിസൈസ് ചെയ്യുന്ന വേർഡ്സിന് പകരം യു ഓൾവേസ്, യു നെവർ, അങ്ങനെ ആ ഒരു നീ ഒരിക്കലും ചെയ്യൂല, അങ്ങനെ നീ എപ്പോഴും അങ്ങനെയാണ്, ആ ഒരു വേർഡ് യൂസ് ചെയ്യുന്നതിന് പകരം നമുക്ക് ജെന്റിലായിട്ട് അവരുടെ അടുത്ത് സംസാരിക്കാം. ഒരു ഐ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് അവരോട് സംസാരിക്കാം. അപ്പൊ അവരെ സ്പെസിഫിക് ബിഹേവിയറിനെ നമുക്ക് ഇതാക്കിയിട്ട് ആ ഒരു ചെറിയൊരു ബിഹേവിയർ അതിനെ മാത്രം, അല്ലാതെ അവരെ ടോട്ടൽ ക്യാരക്ടറിനല്ല ഉദ്ദേശിക്കേണ്ടത്. അവർ ആ ബിഹേവിയർ എന്താണ് ചെയ്തത് അതിൽ ഫോക്കസ് ചെയ്തിട്ട് ജെന്റിലായിട്ട് നമുക്ക് സംസാരിക്കാം. എങ്ങനെ?
എനിക്കറിയാം നീ വളരെ ബുദ്ധിമുട്ടുന്നുണ്ട്, അല്ലെങ്കിൽ വിഷമിക്കുന്നുണ്ട്. ഇവിടത്തെ ഈ വീട്ടിലെ ഈ ജോലികളൊക്കെ ചെയ്ത് നീ ആകെ വിഷമിക്കുന്നുണ്ട്. അപ്പൊ അല്ലെങ്കിൽ ആ പങ്കാളിയോട് പറയാം, എനിക്കിപ്പോ ഇവിടെ ഇതൊക്കെ ചെയ്തത് ഞാൻ ആകെ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പൊ ആരെങ്കിലും എൻ്റെ കൂടെ വന്ന് ഈ ഡിഷസ് ഒക്കെ ഒന്ന് ഇതാക്കി ചെയ്ത് തരായിരുന്നെങ്കിൽ, ഡിഷസ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തരായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ആ ഒരു പൊളൈറ്റ് വേ ഓഫ് ടോക്കിംഗ്, ആ ഒരു ജെന്റിൽ ടോക്ക്, അതിൽ തന്നെ ആ കമ്മ്യൂണിക്കേഷൻ പാറ്റേണിന്റെ ആ ഒരു ചേഞ്ചസ്, നമുക്ക് എന്താണ് അത് ഫീൽ ചെയ്യണേന്ന് നമുക്കത് മനസ്സിലാകും. പകരം ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് എപ്പോഴും ഒരു ഡിസ്കണക്ഷൻ ഫീൽ ചെയ്യും. പക്ഷെ അതല്ല, ഒരു ജെന്റിൽ ടോക്കിലൂടെ എനിക്കെല്ലാം എനിക്ക് ആകെ വിഷമമാണ്, ഐ ഫീൽ, ആ ഒരു വേർഡ്, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്യേണ്ട, അപ്പൊ എൻ്റെ ഇവിടെ വന്നൊന്ന് എനിക്ക് ആ ഡിഷസ് ഒന്ന് ചെയ്തു തരാമോ, ആ ഒരു പൊളൈറ്റ് വേർഡിലൂടെ തന്നെ നമ്മളുടെ ആ ഒരു ഒരു കണക്ഷൻ, കണക്ഷൻ നമുക്കത് കൊണ്ടുവരാൻ പറ്റും. ഇനി രണ്ടാമത്തെ ഈ ക്രിറ്റിസിസം ഞാനിപ്പോ പറഞ്ഞത് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ അതിനെപ്പറ്റി? നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ അങ്ങനെ ഒരു ഹോഴ്സ്മാൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ട് നിങ്ങൾക്ക് എന്താ സംഭവിച്ചത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്തു, അതൊന്ന് എന്തെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുമോ? നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും വെനവർ, ഏത് ടൈമിലായിക്കോട്ടെ, എപ്പോഴെങ്കിലും അങ്ങനത്തെ ഒരു ക്രിറ്റിസിസം ആരെന്തെങ്കിലും കേട്ടിട്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു ഫീലിംഗ്, ആ ഒരു വിഷമം ഒന്ന് ഷെയർ ചെയ്യാമോ? ആർക്കും ഒരു ക്രിറ്റിസിസം കിട്ടിയിട്ടില്ല ലൈഫില്? ആർക്കും ഷെയർ ചെയ്യാനില്ല? നിറയെ കിട്ടിയിട്ടുണ്ട്. യെസ്. അപ്പൊ നമ്മളുടെ ആ ഫീലിംഗ് എന്തായിരിക്കും? നമ്മൾ അങ്ങനെ ഒരാള് നമ്മളെപ്പോഴും ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ നമ്മളുടെ ഉള്ളില് ഉള്ള ആ വികാരം എന്തായിരിക്കും? അവരോട് നമുക്ക് കൂടുതൽ സ്നേഹം തോന്നുകയാണോ, അല്ലെങ്കിൽ അവരോട് ഡിസ്കണക്ട് ആകുകയാണോ ചെയ്യുന്നത്? നമ്മൾക്ക് ഒരു ഫീലിംഗ് ഡിസ്കണക്ഷൻ ആണ് അല്ലെ? ഒരിക്കലും നമ്മൾക്ക് അങ്ങനെയുള്ള ഒരു വ്യക്തികളോട് നമ്മൾക്ക് സ്നേഹം തോന്നി ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാകുകയൊന്നും ചെയ്യൂല. ഇനി രണ്ടാമത്തെ ഹോഴ്സ്മാൻ ഗോട്ട്മാൻ പറയണത് കോണ്ടംപ്റ്റ്. അത് ഒരു പുച്ഛത്തോടുള്ള ഒരു സംസാരം, മോക്കറി, മൂക്ക് സംസാരിക്കുക, സർക്കാസം, പിന്നെ ഡിസ്റെസ്പെക്ട്, നമ്മളോട് ഒരു ബഹുമാനത്തിൽ സംസാരിക്കൂല. അതേപോലെ ഒരു സുപ്പീരിയോറിറ്റി, നമുക്കറിയാം പാട്രിയാക്കൽ ഇതിലൊക്കെ കൂടുതലും ഒരു സുപ്പീരിയർ പവറോട് കൂടിയാണ് ചില ആളുകൾ ലേഡീസിനോടൊക്കെ സംസാരിക്കാറ്. അപ്പൊ അതും ഒരു നെഗറ്റീവ് കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ ആണ്. അപ്പൊ അതില് കൂടുതലും മോക്ക് ചെയ്ത് സംസാരിക്കുക, പിന്നെ സർക്കാസ്റ്റിക് വേല, എന്താ നമുക്കത് മനസ്സിലാകൂല, പക്ഷെ ഒരു പുച്ഛഭാവത്തിലൊക്കെ നമ്മളോട് സംസാരിക്കുന്ന ആ രീതി. അതിൽ ചിലപ്പോ എക്സാമ്പിൾ പറയാം, നെയിം കോൾ, ചിലപ്പോ ഓരോ പേരൊക്കെ വിളിച്ചിട്ട്, നമുക്ക് ഇഷ്ടപ്പെടാത്ത പേരൊക്കെ ആയിരിക്കും, പക്ഷെ എന്തെങ്കിലും ഒരു ബിഹേവിയർ അത് വന്നിട്ട് അങ്ങനെ വെച്ചിട്ട് എന്തെങ്കിലും അത് നമ്മളെ വേദനിപ്പിക്കും. ഒരു പേര് കൂട്ടിയൊക്കെ വിളിക്കുക, എന്താ ഒരു നെയ്മിങ്, ഒരു പേര് ഇടാൻ നമ്മളെ, പിന്നെ അതേപോലെ കണ്ണൊക്കെ തുറപ്പിച്ച് സംസാരിക്കും, പിന്നെ തരം താഴ്ത്തിയൊക്കെ സംസാരിക്കും, ഒരു ഹ്യൂമർ ബേസിലൊക്കെ അത് നമ്മളെ താഴ്ത്തണ രീതിയിലൊക്കെ സംസാരിക്കും. അതാണ് കോണ്ടംപ്റ്റ്. ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഓ എല്ലാ കാര്യവും നിനക്ക് അറിയണ പോലെയാണ് ഭാവം, ഓ നിനക്ക് എല്ലാം പാരന്റിനെ പറ്റി എല്ലാം അറിയാം, അങ്ങനെ ഒരു പുച്ഛഭാവത്തിൽ സംസാരിക്കുക. പക്ഷെ അത് അങ്ങനെയുള്ളത് വളരെ ദോഷകരായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ ആണ്. ഇത് ഡേഞ്ചറസ് ആണ്. കാരണം നമുക്കത് ഒരു ഡിസ്കസ്റ്റ് ഫീലിംഗ് ചെയ്യും. നമ്മളെ ഒരാൾ തരം താഴ്ത്തി പറയുന്നു, ഒരാള് മോക്ക് ചെയ്യുന്നു, കളിയാക്കുന്നു. അപ്പൊ അവരോട് നമുക്കൊരു റെസ്പെക്ട് ഉണ്ടാകൂല. അതേപോലെ തന്നെ നമ്മളെ മാനസികമായി പീഡിപ്പിക്കലാണ് അത്. കാരണം വാക്കാല് ഇങ്ങനെ ഒരു മോക്കിംഗ് രീതിയിലൊക്കെ സംസാരിച്ചിട്ട് നമ്മളെ വേദനിപ്പിക്കല്. അതേപോലെ തന്നെ നമുക്കതൊരു ബ്രേക്കപ്പ് ഉണ്ടാകുക. അങ്ങനെയുള്ള ആളുകളായിട്ട് നമുക്ക് ഒരിക്കലും നമ്മളുടെ ബന്ധം കൊണ്ടുപോകാൻ സാധിക്കില്ല. പിന്നെ ഇതിന്റെ പ്രതിവിധിയായിട്ട് നമ്മൾ എന്താണ്, ആ കണ്ടംപ്റ്റിന് പകരം നമുക്ക് അവരോട് ഒരു അപ്രീസിയേഷൻ രൂപേണ നന്നായിട്ട് അവരെ അപ്രീസിയേറ്റ് ചെയ്ത് അഭിനന്ദിച്ചുകൊണ്ട് നമ്മൾക്ക് സംസാരിക്കാം.
പിന്നെ നമ്മൾക്ക് എന്തെങ്കിലും ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു ഗ്രാറ്റിറ്റ്യൂഡ്, ഒരു നന്ദി വാക്കൊക്കെ പറഞ്ഞിട്ട് റെസ്പെക്ട്ഫുൾ വേയില് അപ്രീസിയേറ്റ് ചെയ്ത് നമ്മൾക്ക് സംസാരിക്കാം. അതാണ് ഈ ഒരു കണ്ടംപ്റ്റിന്റെ ഒരു കണ്ടംപ്റ്റ് ഇല്ലാതെ, പുച്ഛം, ആ ഭാവം, ആ ഒരു ഇതില്ലാതെ, നമുക്ക് ആ നെഗറ്റീവ് പാറ്റേൺ ഇല്ലാതെ നമുക്ക് സംസാരിക്കേണ്ട രീതി. ഒരു അപ്രീസിയേഷൻ കൊടുത്തുകൊണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും അപ്രീസിയേഷൻ ഇഷ്ടപ്പെടുന്നവരാണ്. ആരും എന്തൊരു ചെറിയ കാര്യം തന്നാൽ നന്നായിട്ടുണ്ട് ചെയ്തു കൊടുത്താല്, അല്ലെങ്കിൽ ഒരു നല്ല ബിഹേവിയർ കണ്ടാല്, നല്ലൊരു അച്ചീവ്മെന്റ് കണ്ടാല് നമ്മൾക്ക് അത് എപ്പോഴും ഒരു അപ്രീസിയേഷൻ നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കും, ആരിൽ നിന്നായാലും. അതിന് പകരം നമുക്ക് അത് കണ്ടില്ലേ, അതാണോ, ഇങ്ങനെയാണോ ചെയ്യേണ്ടത്, ആ ഒരു മണ്ടി, ഈ ഒരു മണ്ടി, എനിക്കറിയാം, അങ്ങനെ ഓരോ നെയിം കോളിംഗ്, അത് മണ്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു നെയിമിങ്, ലാബലിംഗ്, അതൊക്കെയാണ് കൂടുതലും കണ്ടംപ്റ്റ്, ആ ഒരു നെഗറ്റീവ് പാറ്റേൺ ആയിട്ട് വരുന്നത്. അതിന് പകരം നമുക്ക് റെസ്പെക്ട്ഫുൾ വേയിൽ സംസാരിക്കാം, ഒരു അപ്രീസിയേഷൻ കൊടുക്കാം എന്ത് കാര്യത്തിലും. പിന്നെ അതേപോലെ ഒരു താങ്ക്ഫുൾനെസ്, എന്തൊരു ചെറിയ കാര്യം ചെയ്താൽ അതിന് നമ്മൾ സോറി പറയേണ്ടടുത്ത് സോറി പറയാം, ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി അറിയിക്കേണ്ടടുത്ത് നന്ദി പറയാം. ഇപ്പോ നേരത്തെ പറഞ്ഞു, നിനക്കിപ്പോ പാരന്റിങ് എല്ലാം അറിയുന്ന ഭാവം, അതിന് പകരം നമുക്ക് പറയാം, എനിക്കറിയാം പാരന്റിങ് വളരെ ഹാർഡാണ്, നിനക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ട, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം, വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കണം. അപ്പൊ എനിക്ക് നീ ഒരു അപ്രീസിയേഷൻ അർഹിക്കുന്നുണ്ട്. അപ്പോ നിന്റെ എല്ലാ ലെവൽസ് ബെസ്റ്റ് ആയിട്ട് നീ ചെയ്യുന്നുണ്ട്. അത് ഒരു അപ്രീസിയേഷൻ തന്നെയാണ്. അത് ഞാൻ നിന്നെ അപ്രീസിയേറ്റ് ചെയ്യുന്നു. അതേപോലെ നമുക്ക് അവരോട് ആ നല്ലൊരു പോസിറ്റീവ് പാറ്റേണിൽ സംസാരിക്കാം, കണ്ടംപ്റ്റിന് പകരം. ഇനി മൂന്നാമത്തെ ഹോഴ്സ്മാൻ ആണ് ഡിഫെൻസീവ്നെസ്. ഇതില് നമ്മൾ പറയും, ഈ അങ്ങാടി തോറ്റല് അമ്മയുടെ നേരെ അങ്ങാടി തോറ്റതിന് അമ്മയുടെ നേരെ എന്ന് പറയുന്നത് പോലെ, എന്ത് കാര്യവും ചെയ്യും, തെറ്റ് ചെയ്യും, പക്ഷെ മറ്റേ പങ്കാളിനെ കുറ്റപ്പെടുത്തും. അത് നീയാണ് ചെയ്തത്, നീ ചെയ്തത് കൊണ്ടല്ലേ, അങ്ങനെ ബ്ലെയിം ചെയ്യും. പിന്നെ അവര് വിക്റ്റിമായിട്ട് പ്ലേ ചെയ്യും, ഓ ഞാനാണ് ഇതാന്നുള്ള രീതിയിലോ, ഞാനാണിത്, ഞാൻ പാവാകും. മറ്റുള്ളവര് വളരെ അവരാണ് എല്ലാ തെറ്റുകളും ചെയ്തത്, അവരെ ബ്ലെയിം ചെയ്യും. എന്നിട്ട് അവര് ചെയ്തതാണെങ്കിലും ആ ഒരു റെസ്പോൺസിബിലിറ്റി അവരെടുക്കുകയും ചെയ്യൂല, അത് അവോയ്ഡ് ചെയ്യും. അതാണ് മൂന്നാമത്തെ ഹോഴ്സ്മാൻ, ഡിഫെൻസീവ്നെസ്. അപ്പോ ഇങ്ങനെയുള്ള ഇതില് എപ്പോഴും അവരിങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. എനിക്കറിയാം, നീ കാരണമാണ് ഞങ്ങൾ ലേറ്റ് ആയത്, നീ കീ കാണാത്തത് കൊണ്ടല്ലേ. അത് രണ്ടുപേരും കുറ്റക്കാരാണ്, പക്ഷെ ഒരാളെ തന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കുക. അതിന്റെ ദോഷഫലങ്ങൾ എന്താണ്? ആ ഒരു ഹെൽത്തി കമ്മ്യൂണിക്കേഷൻ നമുക്ക് ബ്ലോക്ക് ചെയ്യും. അങ്ങനെയുള്ള ആളുകളായിട്ട് വീണ്ടും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തോന്നില്ല. കാരണം കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ അവർക്ക് ബ്ലെയിമിങ് തന്നെയാണ് എപ്പോഴും. അതേപോലെ കോൺഫ്ലിക്റ്റ് ഒക്കെ കൂടി വരും. പിന്നെ എപ്പോഴും കുറ്റങ്ങളായിരിക്കും. അവർ ഒരിക്കലും സൊല്യൂഷൻ കണ്ടെത്തൂല. അവർ ആ കോൺഫ്ലിക്റ്റിലൂടെ തന്നെ പോകും, അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി. അപ്പോ ഇതിന്റെ പ്രതിവിധി എന്താണ്? നമ്മൾ ചെയ്തിട്ടുള്ളത്? അത് ഒരു സോറി പറഞ്ഞ്, അതൊരു റെസ്പോൺസിബിലിറ്റി. ഞാൻ വന്നത് കൊണ്ടാണ് ഇത്ര വൈകിയത്, സോറി ഫോർ ദാറ്റ്. അങ്ങനെ നമുക്ക് ആ സോറി പറഞ്ഞിട്ട് അവരെ ആ ഒരു റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കാം. പിന്നെ നമ്മളുടെ അക്നോളജ് ചെയ്യാൻ, എന്റെ പാർട്ടും ഞാനും വൈകിയത് കൊണ്ടാണ് ഇങ്ങനെ വന്നത്. അപ്പൊ നമ്മൾക്ക് രണ്ടുപേർക്കും, അല്ലെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കൂടിയും അടുത്ത തവണ നന്നായിട്ട് ചെയ്യാം. അപ്പൊ ആ ഒരു എംപതി ആൻഡ് ഓപ്പൺനെസ്, ആ ഓപ്പൺ ആയിട്ട് അവരെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നമ്മളുടെ എംപതി അവരെ മനസ്സിലാക്കി കൊടുക്കുകയും അവരുടെ ആ ഫീലിംഗ് നമ്മൾക്ക് മനസ്സിലാക്കുകയും അതനുസരിച്ച് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും വേണം. അപ്പോ അതിന് പകരം ഇത് നീ കാരണല്ലേ നമ്മൾ വൈകിയത്, അതിന് പകരം നീ പറഞ്ഞത് ശരിയാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ അത് വേഗം വരായിരുന്നു, വൈകാതെ നോക്കായിരുന്നു, നീ അടുത്ത തവണ നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാം. അതേപോലെ ഒരു പൊളൈറ്റ് വേയിൽ നമുക്ക് സംസാരിക്കാം. ഇനി നാലാമത്തെ ഹോഴ്സ്മാൻ ആണ് സ്റ്റോൺ വാളിംഗ്. അതെന്ന് പറഞ്ഞാല് പങ്കാളികൾ തമ്മിൽ വഴക്കായി, അപ്പൊ ഒരാള് മിണ്ടാതിരിക്കും, അത് അവോയ്ഡ് ചെയ്യും. അപ്പൊ ആ മറ്റേ പങ്കാളിക്ക് അത് എന്നെ അവോയ്ഡ് ചെയ്തു, എന്നോട് സ്നേഹമില്ല, എന്നെ വേണ്ട, ആ ഒരു രീതിയിലാണ് അവര് മനസ്സിലാക്കുന്നത്, ആ വഴിയിലാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ അവര് ഇമോഷണലി ഷട്ട് ഡൗൺ ചെയ്യും, വിത്ഡ്രോ ചെയ്യും. എപ്പോഴും അവര് ഒരു സൈലന്റിൽ പോകും, അവരൊന്നും സംസാരിക്കൂല. പിന്നെ അതിനെപ്പറ്റി ആ കോൺഫ്ലിക്റ്റ് ഉണ്ടായി, അതൊന്ന് എന്താണത് മാനേജ് ചെയ്യണം, അതെന്ത് കാരണമാണ്, അതൊന്ന്
നമുക്കൊരു സൊല്യൂഷൻ കണ്ടെത്തണ്ടേ, പക്ഷെ അതിന് പകരം അവര് മിണ്ടാതെ ഇരിക്കും, അതിനൊരു സൊല്യൂഷൻ കാണൂല. അതേപോലെ തന്നെ ആ കോൺഫ്ലിക്റ്റ് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അവരെ പ്രത്യേകത എന്താ, അവര് ഒരിക്കലും നേരെ നോക്കിയൊന്നും സംസാരിക്കൂല, മിണ്ടാതെ അകന്നു മാറി നടക്കും, ഒരു സൈലന്റ് ട്രീറ്റ്മെന്റ് കൊടുക്കും. ഇപ്പോ ഇപ്പൊ പങ്കാളി പറയുന്നു, നമുക്ക് ഇന്നലെ രാത്രി നമ്മൾ ഇത്രയും ഒച്ചയും ബഹളൊക്കെ ഉണ്ടായി, ഡിസഗ്രിമെന്റ്സ് വന്നു, അപ്പൊ ഇന്നൊന്ന് സംസാരിച്ചിട്ടാവുന്ന നമുക്ക് എന്താണെന്ന് വെച്ചാൽ അത് എന്താ കഴിഞ്ഞ രാത്രി സംഭവിച്ചതാണെന്ന് നമുക്കൊന്ന് സംസാരിക്കാം. പക്ഷെ ആ പാർട്ട്ണർ ബി അതൊന്നും ശ്രദ്ധിക്കൂല, വേണ്ട. ആള് ഒന്നില്ലെങ്കിൽ ഫോൺ നോക്കിയിരിക്കും, അല്ലെങ്കിൽ അകലെ നോക്കിയിരിക്കും സൈലന്റ് ആയിട്ട്, ചിലപ്പോ മാറിപ്പോവുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പിൽ എപ്പോഴും ഒരു ഇമോഷണൽ ഡിസ്റ്റൻസ് ആയിരിക്കും, അവർക്ക് അത് സോൾവ് ചെയ്യാൻ പറ്റൂല, അവരുടെ ആ പ്രോബ്ലംസ്, ആ കോൺഫ്ലിക്ട്സ്. അപ്പോൾ എപ്പോഴും ആ മറ്റു പങ്കാളിക്ക് എപ്പോഴും തോന്നുന്നത് എന്നെ ഇഗ്നോർ ചെയ്യേണ്, ഞാനൊരു ഇമ്പോർട്ടന്റ് അല്ലാത്ത ആളാണ്, എന്നെ സ്നേഹിക്കുന്നില്ല, ആ ഒരു ചിന്തയായിരിക്കും. അപ്പൊ അതിന് പ്രതിവിധിയായിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഒരു സെൽഫ് സൂത്തിങ്, സ്വന്തമായിട്ട് തന്നെ നമുക്കൊരു ബ്രേക്ക് എടുക്കുക. അങ്ങനെയുള്ള ഇതാണെങ്കിൽ ആ ഒരു മിണ്ടാതെ ഇരിക്കുന്നതിന് പകരം ഒരു ഇത്തിരി നേരം ബ്രേക്ക്, ഒരു 30-20 മിനിറ്റ്സ് ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും തിരിച്ചു വന്നിട്ട് അത് വീണ്ടും റെസ്യൂം ചെയ്യാം, സംസാരിക്കാം. നമ്മൾ ഇതാണ് നമ്മൾ പറഞ്ഞു വന്നത്, അപ്പൊ അത് ശരിയല്ല, അല്ലെങ്കിൽ അത് റെസ്യൂം ചെയ്യുന്ന ഒരു രീതി. ഈ അവോയ്ഡ് ചെയ്യുന്നതിന് പകരം ഇതേപോലെ നമുക്ക് സെൽഫ് സൂത്തിങ് ചെയ്യാം. പിന്നെ അതേപോലെ ഇപ്പൊ നമുക്ക് പറയാം, ഇപ്പൊ ഞാനിപ്പോ ഇത്തിരി അപ്സെറ്റ് ആണ്, എനിക്കിപ്പോ ഒന്നും സംസാരിക്കാൻ പറ്റൂല, അപ്പൊ ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ്സ് ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് വീണ്ടും വന്ന് സംസാരിക്കാം അന്ന് പറഞ്ഞ് ആ ഒരു ജെന്റിൽ വേ ഓഫ് ടോക്ക്, അതിലൂടെ തന്നെ നമുക്ക് ആ ഒരു കോൺഫ്ലിക്റ്റ് ഇല്ലാതാക്കാം. അപ്പോ ഈ ഹോഴ്സ്മാന്റെ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കട്ടെ. ഇങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ആയിട്ട് നമ്മളുടെ അടുത്ത് വരുന്ന ഇതില് ആ തെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ കൗൺസിലർ അവരുടെ ആ ഒരു നെഗറ്റീവ് പാറ്റേൺസ് അവർ ഐഡന്റിഫൈ ചെയ്യും, അതെങ്ങനെയാണ് അവരെ ഈ ഒരു പാറ്റേൺ ആണ് നിങ്ങൾക്കുള്ളത്, അതുകൊണ്ട് ഈ പാറ്റേണുള്ള പാർട്ട്നേഴ്സിനെ അവർ ഒരുമിച്ചിരുത്തി അവർ റോൾ പ്ലേ ഒക്കെ ചെയ്യിപ്പിച്ച് അവരുടെ ആ ഓരോ നെഗറ്റീവ് പാറ്റേൺ മനസ്സിലാക്കി നമ്മൾക്ക് അവരുടെ റിലേഷൻഷിപ്പ് നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോ ഗോട്ട്മാൻ പിന്നെ ഒരു ഇതും കൂടി പറയുന്നുണ്ട്, ഒരു റിലേഷൻഷിപ്പ് കാസിൽ ഉണ്ട്, ഒരു സ്നേഹം നിറഞ്ഞ ഒരു കാസിൽ. അവിടെ ഈ ക്രിറ്റിസിസം ഒരു തീ തുപ്പുന്ന ഒരു ഡ്രാഗന്റെ പോലെ വന്ന് അവിടെ ആകെ നശിപ്പിക്കും. ഒരു ചെറിയ പ്രോബ്ലം കൊണ്ട് അവിടെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് പകരം ആ ഒരു സ്നേഹം നിറഞ്ഞ ആ കാസിൽ ഇല്ലാതാക്കും. പിന്നെ കൊണ്ടംപ്റ്റ് ഒരു ഡാഗർ പോലെ, വിഷം നിറഞ്ഞ ഒരു കത്തിയാണത്, അതേപോലെ അത് പ്രവർത്തിക്കും. പുച്ഛം എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ഡേഞ്ചറസ് ആണ്. ഈ കൊണ്ടംപ്റ്റ് ഉള്ള നെഗറ്റീവ് പാറ്റേൺ ഉള്ള കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലുള്ള ആ ഒരു ഇത്, ആ കൊണ്ടംപ്റ്റ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഹോഴ്സ്മാൻ ആണ്. പിന്നെയാണ് ഈ ഡിഫെൻസീവ്നെസ്, പിന്നെ സ്റ്റോൺ വാളിങ്, ഒരു എന്താണ് ഒരു സ്നോമാൻ ആണ് ആള് അവിടെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് പകരം അവിടെയൊക്കെ ബ്രേക്ക് ചെയ്യും. പിന്നെ അതേപോലെ ഈ ഓരോ ബ്രിക്ക് വാൾ എടുത്ത് കളയുന്നത് പോലെയാണ് ഓരോ കോൺഫ്ലിക്റ്റ് വരുമ്പോൾ തോറും ആ വാൾസ് ഇല്ലാതാകും, ആ ഒരു പ്രൊട്ടക്ഷൻ ഇല്ലാതാകും, ആ ഒരു റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഈ ഡാഗറും അതേപോലെ തന്നെ കത്തിക്കുത്തണ പോലെയാണ് ആ ഒരു സംസാരം, ആ ഒരു കൊണ്ടംപ്റ്റ്, ആ ഡേഞ്ചറസ് സംസാരം ഒരു കുത്തി വേദനിപ്പിക്കുന്ന ഒരു മെറ്റാഫോറിക്കൽ ഇതാണ് ഹോഴ്സ്മാൻ പറയണത്. അപ്പൊ നമുക്ക് ഒരു അപ്രീസിയേഷൻ, ആ കത്തിക്കുത്ത് ഉണ്ടാക്കിയ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മളെ ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കി ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ഡൗണിന് പകരം അവിടെ നമുക്കൊരു നല്ല ഫ്ലവേഴ്സ് ഇതാക്കാം, ആ കത്തീനെ നമുക്ക് കളയാം, ഒരു കൾച്ചർ ഓഫ് അപ്രീസിയേഷൻ കൊണ്ടുവന്നിട്ട് ആ സ്നേക്സിനെ അവിടേക്ക് വിടുന്നതിന് പകരം ഫ്ലവേഴ്സിനെ നമുക്ക് പ്ലാന്റ് ചെയ്യണം നല്ല കമ്മ്യൂണിക്കേഷൻ പാറ്റേണിലൂടെ. പിന്നെ അതേപോലെ സ്റ്റോൺ വാളിങ് ഒരു സ്നോമാൻ ആണ്. അപ്പൊ ആള് അതിനെ ഇപ്പൊ സ്നോ ആയതുകൊണ്ട് ആൾക്ക് അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നില്ല, ആ കാസിലിനെ, ആ ലവ് നിറഞ്ഞ കാസിലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ആളെ നമുക്കൊരു വാം പുതപ്പ് കൊണ്ടൊക്കെ മൂടി കവർ ചെയ്ത് ആ ഒരു കോൾഡ്നെസ് മെൽറ്റ് ചെയ്യാൻ പറ്റും ഐസ്, അത് സെൽഫ് സൂത്തിങ്ങിലൂടെ അതൊക്കെ നമുക്ക്
നന്നായിട്ടൊക്കെ സംസാരിച്ച് ഒരു ബ്രേക്ക് ഒക്കെ എടുത്ത് നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നിപ്പോ ഇവിടെ സംസാരിച്ചത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കട്ടെ. നമ്മളുടെ ലൈഫിലും ഇങ്ങനത്തെ നെഗറ്റീവ് പാറ്റേൺസ് ഉണ്ടാകാം. അത് നമ്മൾ തിരിച്ചറിയുകയും അതേപോലെ തന്നെ അത് മാനേജ് ചെയ്യാൻ നമ്മൾ പഠിക്കുകയും വേണം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മളുടെ ടൈം ആയിട്ടുണ്ട്. ഓക്കെ ആണോ എല്ലാവരും? ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായോ? ഷെയർ ചെയ്യൂ. കമ്മ്യൂണിക്കേഷൻസിനെ കുറിച്ച് പലതരം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളത് നല്ലതായിരുന്നു. അത് നല്ല ഐഡിയാസ് ആയിരുന്നു. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു നാസിയ. എനിവൺ എൽസ്? ചന്ദ്ര മാം ഓക്കെ ആണോ? നമുക്ക് നമ്മ ക്വസ്റ്റ്യൻസ് ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ്. താങ്ക് യു മാം. താങ്ക് യു. ഓക്കെ, വൈൻഡ് അപ്പ് ചെയ്യാം. ഞാൻ ചെയ്തു കേട്ടോ. ഒന്നുകൂടി പറയൂ സർ, എന്തെങ്കിലും പറഞ്ഞോ? ഓക്കെ, ഇപ്പോഴാണ് ഞാൻ ഈ ഇത് കണ്ടത്, ചാറ്റ് ബോക്സ് കണ്ടത്. താങ്ക് യു. ആരാ പറഞ്ഞത് ജീവിതം വെറുത്തു പോകുന്നു? റജീന പറഞ്ഞു. എന്താ അങ്ങനെ പറഞ്ഞത് റജീന? ഇങ്ങനത്തെ നെഗറ്റീവ് പാറ്റേൺസ് ഉണ്ടെങ്കിൽ ജീവിതം വെറുത്തു പോകുന്നു എന്നല്ലേ? ഡെഫിനറ്റ്ലി ആ ഒരു ഡിസ്കണക്ഷൻ ഒക്കെ നമ്മൾക്ക് ഉണ്ടാവുന്നത് നമ്മളുടെ ഈ നെഗറ്റീവ് പാറ്റേൺസ് ഉള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പൊ എല്ലാവർക്കും ജീവിതത്തില് നല്ല നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ പാറ്റേൺസ് ഉൾക്കൊണ്ട് ജീവിക്കാൻ കഴിയട്ടെ. നമുക്കറിയാം ചില സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ചില ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽസ് ഒന്നും നമുക്ക് അങ്ങനെ കൊണ്ടുവരാൻ പറ്റൂല ജീവിതത്തിൽ. പക്ഷെ നമുക്കത് ഒരു ഡെയിലി റൂട്ടീൻ പോലെ നമുക്ക് അങ്ങനെ മതി, അങ്ങനെ സംസാരിച്ചാൽ മതി. ഈ ഒരു ഏതൊരു ഈ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് വരുന്നതിലൊക്കെ ഈ ഒരു പാറ്റേൺ ആണ് നമ്മൾ കാണാറ്. ഒന്നില്ലെങ്കിൽ ഇപ്പോ ജിന പറഞ്ഞ പോലെ ജീവിതം വെറുത്തുപോയി എന്ന് പറഞ്ഞിട്ട് വന്നിട്ടാണ് കൂടുതലും റിലേഷൻഷിപ്പ് മാനേജ്മെന്റിൽ കൂടുതലും ആളുകൾ വരുന്നത്, ഈ കപ്പിൾ തെറാപ്പിയിലൊക്കെ. അപ്പൊ അവർക്ക് കൂടുതലും പറയാനുള്ളത് അവരെ ഈ റിലേഷൻഷിപ്പിൽ ഈ പ്രോബ്ലംസ് ഒക്കെ ഉള്ള വരുന്നത് പങ്കാളികളുടെ അവരെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ, അവരെ മനസ്സിലാക്കാത്തത്, വിഷമിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത്, ക്രിട്ടിസൈസ് ചെയ്യുന്നത്, അവരെ ആ ടോട്ടൽ ബിഹേവിയറിന്, ആ ഒരു ചെറിയൊരു ബിഹേവിയറിന് പകരം അവരെ ക്യാരക്ടറിനെ തന്നെ ക്രിട്ടിസൈസ് ചെയ്ത് പറയുന്നത്, പിന്നെ ആ പുച്ഛത്തോടുകൂടി സംസാരിക്കുന്നത്, അത് നമുക്ക് ഒരിക്കലും അത് ഗോട്ട്മാനും പറയുന്നുണ്ട്, അത് ഏറ്റവും ഡിസ്ട്രക്റ്റീവ് രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലാണ്. നമ്മൾ ആരോടും ആയിക്കോട്ടെ, നമ്മളെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, നമ്മളെ നെയ്ബേഴ്സ്, നമ്മളെ റിലേറ്റീവ്സ്, ആരും ആ ഒരു പുച്ഛത്തിൽ സംസാരിക്കുന്ന ആളെ ആരും ഇഷ്ടപ്പെടൂല, അവരെ നമ്മൾ വെറുക്കും. കാരണം നമുക്ക് ഒരിക്കലും അവരിൽ നിന്ന് നല്ലൊരു വാക്ക് കിട്ടൂല. അങ്ങനെ ആ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റൂല. ഒരു അപ്രീസിയേഷൻ ഉള്ള ഒരു ലൈഫ്, അതാണ് നമുക്ക് നമുക്ക് റെക്കോർഡ് ഉണ്ടായിരിക്കും. അപ്പോ ആ ഒരു അപ്രീസിയേഷൻ ഉള്ള ഒരു എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്താല് അതിലൊരു നല്ലൊരു ഒരു അഭിനന്ദനം, ഒരു താങ്ക് യു, ഒരു ഗ്രേറ്റ്ഫുൾ വേ ഓഫ് ടോക്കിംഗ്, പിന്നെ
എന്തൊരു കാര്യം ചെയ്താലും നമുക്കത് കൺഗ്രാറ്റ്സ് പറയാ, അത് നന്നായിരുന്നു. ഒരു ചെറിയ സാരി ഉടുത്താലോ അല്ലെങ്കിൽ നല്ല ഡ്രസ്സിങ് ചെയ്തൊരു പാർട്ട്ണർ വന്നാലോ ആ നല്ല ഡ്രസ്സാണ്, എത്ര ഭംഗിയാണ്, ആ ഒരു ചെറിയ വാക്കിലൂടെയൊക്കെ നമ്മൾ കൊണ്ടുവരുന്നത് ഒരു കണക്ഷനാണ്. നമുക്കൊരു ബുദ്ധിമുട്ടാണ് അതൊക്കെ പറയാനായിട്ട്, പക്ഷെ അത് നമ്മൾ ഓപ്പൺ അപ്പ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പറയണം അതൊക്കെ. അപ്പോഴാണ് നമുക്കൊരു ഇമോഷണൽ ഒരു കണക്ഷൻ ഉണ്ടാകുന്നത്, ആ ഒരു ബന്ധം നമുക്ക് നിലനിർത്താൻ തോന്നുന്നത്, സ്നേഹിക്കാൻ കഴിയുന്നത്. അതൊക്കെ ഈ റിലേഷൻഷിപ്പ് മാനേജ്മെന്റിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഈ Ma'am, കുറ്റത്തോടുകൂടി പറയൂ. thing is ഈ criticism, if ഉം, it is a positive, ഒരു ഉം, ഫാക്ട് ആണ്, ഒരു റിയാലിറ്റി ആണ്. ഉം. അങ്ങനെ വരുമ്പോ നമ്മള് should we do that or should we what to say, not go proceed with saying, because it may hurt. ചിലത് ഉം, സത്യം ആയിരിക്കുമല്ലോ. ഉം. അപ്പൊ ആ സത്യം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാലാണ് ഒരു പേഴ്സൺ കറക്ഷൻസ് നടക്കുള്ളൂ. അത് ഒരു പോസിറ്റീവ് വേ ഓഫ് ആണ്. അത് നമുക്ക് ഓക്കെ, ആള് അത് ചെയ്തത് കൊണ്ടാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ ചെയ്യാത്ത കാര്യത്തിന് നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുമ്പോഴാണ് അത് നെഗറ്റീവ് പാറ്റേൺ ആയിട്ട് അത് വരുന്നത്. ചെയ്തിട്ട് നമുക്ക് പറയൂ ക്യാരി ഓൺ. അല്ല, ലിമിറ്റ് ക്രോസ് ചെയ്യാൻ പാടില്ല അല്ല മാം. ദാറ്റ് ഈസ് ടു മച്ച് like hurting type. How you speak is very important. How you present it, that is, it should not be hurting, is what I could understand. Definitely. നമുക്കൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ കൊടുക്കാം. ഇത് ചെയ്തത് പറഞ്ഞത് ശരിയായില്ല ട്ടാ, നീ അത് നമുക്കൊരു എക്സ്പ്രസ് ചെയ്യാം നമ്മളുടെ ഫീലിംഗ്. ഇത് നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ട്, ഐ ഫീൽ ദാറ്റ് യു ഹേർട്ട് മീ. അത് നമുക്ക് നേരിട്ട് പറയാം. ആ ഒരു കമ്മ്യൂണിക്കേഷൻ, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവരാൻ നമ്മളുടെ ആ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാം. അതൊരു കണക്ഷനാണ്. ഇപ്പൊ മാം പറഞ്ഞ പോലെ ഒരു തെറ്റ് ചെയ്തു, അത് ഓക്കെ, നമ്മൾക്ക് എക്സ്പ്രസ് ചെയ്യാം, നീ അത് ചെയ്തിട്ടുണ്ട്, അതും ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആണ്. ആ ചെയ്തിട്ടുണ്ട്, അപ്പൊ നീ അർഹിക്കുന്നു ക്രിറ്റിസിസം. ചിലപ്പോ അവരത് നന്നാകും. ആ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷനിലൂടെ ഇത് ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് ചെയ്യാതെ ഉള്ള ഒരു നെഗറ്റീവ് കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ, അതായത് ഒന്നും ചെയ്യണില്ല. ഇവിടെ പറഞ്ഞല്ലോ, വീട്ടിലെ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ ആ ഒരു ചെറിയൊരു കാര്യം ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മള് ഓവറോൾ നമ്മളെ ക്യാരക്ടറിനെ ബാധിക്കുന്ന രീതിയിൽ സംസാരിക്കും. ഇപ്പൊ ഒരു ചെറിയ കാര്യം ചെയ്തില്ല, ചിലപ്പോ എനിക്ക് സുഖം ഉണ്ടായിരുന്നില്ല, എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, അപ്പൊ പറയോ നീ ലേസി ആണ്, നീ സെൽഫിഷ് ആണ്, നിന്റെ കാര്യം മാത്രം നോക്കുള്ളൂ. അത് നമ്മൾക്ക് അത് അക്സെപ്റ്റബിൾ ആണോ? No. ഇപ്പൊ എന്ത് കാര്യത്തിനും നമ്മള് ആ ഒരു ക്രിറ്റിസിസം അത് ഭയങ്കര നമുക്ക് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. ഇത് ഡോമിനേറ്റിംഗ് ക്യാരക്ടേഴ്സ് ഒക്കെ ആണെങ്കിൽ they will do this, right? ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ മാം പറഞ്ഞത്, ഇപ്പൊ ഒരു പാട്രിയാർക്കൽ ഫാമിലിയിൽ രണ്ടു കപ്പിൾസ് വന്നേക്കാണ്. അപ്പൊ അവർക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് വേണം. പാർട്ട്ണറുടെ പറച്ചിലാണ് ഇത്, ആളെപ്പോഴും എന്നെ തരം താഴ്ത്തി പറയും, ലേഡീസ് അങ്ങനെ തന്നെ. അത് ഒരു റിയൽ ലൈഫ് കേസ് സ്റ്റഡിയാണ്. എന്ത് പറഞ്ഞാലും ആ പെണ്ണുങ്ങളുടെ സ്ഥാനത്ത്, ആ ലേഡീസ് ആ സ്ഥാനത്ത് ഇരുന്നാ മതി, ഞങ്ങൾ കേട്ടാ മതി, ചെയ്താ മതി. ആ ഒരു അങ്ങനെയുള്ള ആ ഒരു സുപ്പീരിയോറിറ്റി കമന്റ്സ്, അതൊക്കെ ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. പക്ഷെ അവര് വന്നത് നമ്മളുടെ അടുത്ത് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടാണ്. അപ്പൊ രണ്ടുപേർക്കും അത് വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഗൈഡ് ചെയ്യാൻ വേണം. നിങ്ങളുടെ പാറ്റേൺ ഇതുകൊണ്ടാണ്, അതുകൊണ്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇങ്ങനെ ഈ രീതിയിൽ പോകുന്നത്. Okay, thank you ma'am. താങ്ക് യു. അപ്പോ എല്ലാവർക്കും ഇത് താങ്ക് യു മാം, സംസാരിച്ചതിൽ. അപ്പോ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. Any more questions? Sure. Thank you. Thank you all. Good night. Thank you ma'am. Good night. Good night.